ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഉത്തരം ബഷീർ തന്നെ. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മധു. അനുഗ്രഹീതനായ ബഷീർ ഇത് ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. NN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ട് കാവ്യത്തിന്റെ പേര്? ഉത്തരം ബഷീർ മാല. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1977. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1946. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ്. ഈ മരം ഞാൻ നട്ടുനനച്ച് പിടിപ്പിച്ചതാണ്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത്? ഉത്തരം മാംഗോസ്റ്റീൻ. വെളിച്ചത്തിനെന്ത് വെളിച്ചം ബഷീറിന്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണ് ഇത്. ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം. ഏത് കൃതിയിലെ വാചകമാണ് ഇത്? ആരാണ് ഇത് പറയുന്നത്? ഉത്തരം എൻ്റെ ഉപ്പാപ്പയ്ക്ക് ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ നായകനായ നിസാർ അഹമ്മദിന്റെ ബാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീനാണ് ഈ പ്രയോഗം പറയുന്നത്. ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെയാണ്? ഉത്തരം സാറാമ്മയും കേശവൻ നായരും. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീർ വിവാഹിതനായ വർഷം? ഉത്തരം 1958. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. ബഷീർ രചിച്ച VT നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു? ഉത്തരം നേരും നുണയും. T ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ഒന്നും ഒന്നും ഇമ്മണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാല സഖി. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1965. മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. ചെവിയോർക്കുക അന്തിമകാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1992. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഉത്തരം ഭഗത് സിംഗ്. ബാല്യകാല സഖി ഒരു നോവലിന്റെ തനിപ്പകർപ്പാണ് എന്ന് പ്രസിദ്ധ നിരൂപകനായിരുന്ന പ്രൊഫസർ M കൃഷ്ണൻ നായർ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷേ ബഷീർ അല്പം പോലും കോപ്പിയടിച്ചുവെന്ന് പ്രകോപിതനാകാതെ കോപ്പിയടിച്ചു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്തു രണ്ടും കൂടി ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഏതാണ് ആ നോവൽ? ഉത്തരം നട്ടു ഹാംസണിന്റെ വിക്ടോറിയ എന്ന നോവൽ.
ഒറ്റ കണ്ണൻ പോക്കർ, പോക്കറ്റടിക്കാരൻ മുത്തപ്പ, പൊൻകുരിശ് തോമ, ആനവാരി രാമൻ നായർ ഇതൊന്നും ആക്ഷേപ സ്വരത്തിൽ പറയുന്നതല്ല, അവരുടെ വിവരണവുമായി തീർന്നിരിക്കുകയാണ്. ഞാൻ മുത്താപ്പയുടെയും സൈനബയുടെയും പ്രേമസല്ലാപം ഒന്നും ഇതിലില്ല. തല തോർത്തി മുണ്ടുമാറ്റി പനി പിടിക്കും. ഈ ശാസനയും അഭിപ്രായ പ്രകടനത്തിലും അയാളുടെ പ്രണയം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കഥയെ ഇങ്ങനെ വിലയിരുത്തിയത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? ഉത്തരം KPSC ലളിത. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1992. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1946. ശിങ്കടി മുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ. കൈനോട്ടം ഒക്കെ അയാളുടെ വിദ്യകളായിരുന്നു. ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു, ഇതേത് രേഖ? ബഷീർ പറഞ്ഞു, കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈ മടക്കാനുള്ള രേഖയാണ്. ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ഉത്തരം പൊൻകുന്നം വർക്കി. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എപ്പോഴാണ്? ഉത്തരം 2009 ജനുവരി 1. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ എടിയ എന്ന രചനയിൽ സഹായിച്ച വ്യക്തി ആരാണ്? ഉത്തരം താഹ മാടായി. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഭാർഗവീ നിലയവും ബാല്യകാല സഖിയും. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഉത്തരം 1990 പുറത്തിറങ്ങിയ മതിലുകൾ. തന്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സഹപ്രവർത്തകൻ? ഉത്തരം MP പോൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം ഇമ്മിണി ബല്യ ഒരു ബഷീർ. നീല വെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1964. ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1973. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ നിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? ഉത്തരം MN വിജയൻ. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിലെ യുവ നായിക കഥാപാത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞു പാത്തുമ്മ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ്? ഉത്തരം കടുവാക്കുഴി.